ഇന്ന് ഗോതമ്പ് പുട്ടായാലോ? ഗോതമ്പ് പൊടി നമ്മൾ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഉപ്പൊക്കെ കുറച്ചുകൂടി ഇട്ടിട്ട് തേങ്ങയൊക്കെ തിരുമിയത് ഇട്ടിട്ട് അതൊരു തോരൻ പോലെ. പയർ പുഴുങ്ങിയത് നല്ല സ്വാദായിരിക്കും നമ്മൾ ഈ തേങ്ങ ചിരകിയതോടൊക്കെ ഒന്ന് ഇട്ട് സോട്ട് ചെയ്തെടുക്കുമ്പോൾ. അതങ്ങനെ സൈഡിലേക്ക് റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ പപ്പടം കാച്ചിയെടുക്കുകയാണ്. പപ്പടമില്ലാതെ എന്താഘോഷം പുട്ടിനല്ലേ? പപ്പടം ഉണ്ടായാലല്ലേ പുട്ടിനൊരു ഗുമ്മുള്ളൂ. പപ്പടം ഇങ്ങനെ ക്രഷ് ചെയ്ത് പുട്ടിനൊപ്പം കഴിക്കുന്നതിൻ്റെ സുഖം വേറെ എന്തിനെങ്കിലും കിട്ടുമോ? ഇനി എന്താ, നമ്മുടെ ഗോതമ്പ് പുട്ടിൻ്റെ രീതിയിൽ നല്ലപോലെ കുഴച്ചെടുക്കുകയാണ്. അത് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്നത്. അങ്ങനെ പുട്ടിൻ്റെ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലേക്ക് നല്ല തരിയായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്പം നെയ്യും എന്തെങ്കിലും കൂടെ ചേർത്താൽ വേറൊരു സ്വാദൂടെ വരും. അങ്ങനെ ഏകദേശം ഈ ഒരു പരുവത്തിലേക്ക് നമ്മൾ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ തേങ്ങ ആദ്യം ഇട്ട് അതേപോലെ ഈ പുട്ടിൻ്റെ പൊടി മാവ് കൂടെ ഇട്ടിട്ട് വേണം ഇനി പിന്നെയും തേങ്ങ ലെയർ, അങ്ങനെ ലെയർ ചെയ്ത് തേങ്ങ ചിരവിയതും പുട്ടും പിന്നെയും തേങ്ങ ചിരവിയത് അങ്ങനെ വെച്ച് ലെയറാക്കി നമുക്ക് 2 or 3 ലെയറായിട്ട് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ട് പുട്ടുകുറ്റിയിലേക്ക് കയറ്റി വെച്ചു. ഇനി ഇത് ആവി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡി ആയിരിക്കും. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ, കോലിട്ട് കുത്തി പുറയുന്ന തള്ളി അങ്ങോട്ട് ഇടുക, അത് തന്നെ. അങ്ങനെ പുട്ട് റെഡി ആയി കഴിഞ്ഞ് നല്ല ആവി പറക്കുന്ന ഗോതമ്പ് പുട്ട്. ഇനി ഇതിന് എന്ത് കോമ്പിനേഷൻ കൂട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. നമ്മുടെ കോമ്പിനേഷൻ ഇഷ്ടമായവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.